പാലക്കാടുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ പുളി. അതായത് വാളംപുളി എന്ന് പറയും. ഇതില്ലാതെ ഒരു കറിയില്ല എന്ന് പറയും. അത്രയും മെയിനായിട്ട് വേണ്ട സാധനമാണ് ഒരു വീട്ടിൽ. കുടംപുളി മീനിലൊക്കെ ഇട്ട് വെക്കും, ബാക്കിയുള്ള കറിയിൽ. അതായത് നമ്മൾ പുളിച്ചാറ്, അതേപോലെ കൊള്ളുപുളി, വെണ്ടയ്ക്കപ്പുളി, കായപ്പയ്ക്ക് പുളി, അങ്ങനെ കടലിലെ പുളി, അങ്ങനെ പലതരം പുളികളുണ്ട്. അപ്പം അതിലൊക്കെ നമ്മൾ ചേർത്തുന്ന മെയിൻ സാധനമാണ് ഈ വാളംപുളി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എന്താ പറയുക, കുരു തല്ലി അവർ തോടൊക്കെ, പുളി മരത്തിൽ നിന്ന് വലിച്ച് തോടൊക്കെ കളഞ്ഞ്, അതേപോലെ തല്ലി കുരുവൊക്കെ കളഞ്ഞിട്ടാണ് നമുക്ക് തൂക്കിയിട്ട് 1 കിലോ ആയിട്ട് തരുന്നത്. ഈ 1 കിലോ തരുമ്പോൾ അതിനുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ അവർ നല്ല കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇതേപോലെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് നന്നായി കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ അതിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ 1 കിലോ പറയുമ്പോൾ 180 വരും, ചിലവിടെ 170, 200ൻ്റെ ഉള്ളിൽ എന്തായാലും വരും. ഓരോ വർഷത്തിനും കൂടും. അപ്പം നമുക്ക് 1 കിലോ കിട്ടിയിട്ട് എവിടെയും മതിയാവില്ല കേട്ടോ. ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ 1 കിലോ നിൽക്കുള്ളൂ. പുളിച്ചാറൊക്കെ വെക്കുകയാണെങ്കിൽ വേഗം കഴിയും. അതേപോലെ മീൻ പുളിയൊക്കെ വെക്കുകയാണെങ്കിൽ വേഗം പുളി കഴിയും. അതുകൊണ്ട് നമുക്ക് 1 കിലോ അങ്ങനെ തൂക്കി വാങ്ങിയിട്ട് ഒരിക്കലും തികയില്ല, നഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും അമ്മ ഈ വട്ടിപ്പുളി പറയും. അപ്പം മരത്തിൽ നിന്ന് വലിച്ചതും അവർ തരും, 1 വട്ടി അങ്ങനെ തരും. അപ്പം നമ്മൾ 2 വട്ടിയാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. 2 വട്ടിപ്പുളിയാണ്. ഞാൻ പുളിൻ്റെ തോട് കളയുന്നതും അതേപോലെ ഉണക്കി തോട് കളയുക, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾ ഭയങ്കര ബഹളമായപ്പോൾ എടുത്തില്ല. അപ്പം ഇത് നമ്മൾ ഈ പുളി 2 വട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പുളി ആദ്യം കൊണ്ടുവന്ന് അത് തിരിയൊന്ന് വെയിലത്തിട്ട് അതിൻ്റെ തോടൊക്കെ കളയും. തല്ലിയിട്ട് തോട് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെയിലത്ത് നന്നായി വെയിൽ കൊള്ളണം കേട്ടോ, എന്നാലേ തല്ലിയെ കിട്ടുള്ളൂ. തോട് കളഞ്ഞ് നമ്മൾ വെയിലത്ത് ഒരു ദിവസമൊക്കെ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം വരെ നല്ല വെയിൽ തട്ടണം. ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ വാരിയിട്ട് വന്ന് ഇതേപോലെ തല്ലി അതിൻ്റെ കുരുവും അതേപോലെ നാരുകളൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ദിവസം വൈകുന്നേരം എന്താ പറയുക, മഞ്ഞ് കൊള്ളാൻ വയ്ക്കും. ഈ പുളി വൈകുന്നേരം മുറ്റത്ത് മഞ്ഞ് കൊള്ളാൻ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചട്ടിയിലോ ഭരണിയിലോ എന്തിലാ വെച്ചാൽ കുറച്ച് ഉപ്പ്, കല്ലുപ്പ് ഇട്ട് നിറയെ കല്ലുപ്പിട്ട് 1 പാക്കറ്റോളം കല്ലുപ്പ് ഇട്ടതിന് ശേഷം, ഇപ്പം 2 വട്ടി ആയതുകൊണ്ട് ഇത് 2 പാക്കറ്റ് കല്ലുപ്പ് വേണം. അത് ഇട്ടതിന് ശേഷം ഈ പുളിയൊക്കെ അതിൽ നിറച്ചിട്ട് നന്നായി ഒന്ന് ടൈറ്റാക്കി ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്താ പറയുക 1 വർഷത്തിൻ്റെ മേലെ നിൽക്കും. 1 വർഷത്തിൻ്റെ മേലെ ഈ പുളി നിൽക്കും. 1 വട്ടിക്ക് ഏകദേശം ഇപ്പോൾ 500-550 ഉണ്ടാവും. പക്ഷേ ഈ 550 കൊടുത്താലും നമുക്ക് ഈ പുളി എന്താ പറയുക 1 വർഷം നമുക്ക് യൂസ് ചെയ്യാം. ഈ 1 വർഷം നമുക്ക് കേടുകൂടാതെ, 1 വർഷമല്ല അതിൽ കൂടുതലും നമുക്ക് കേടുകൂടാതെ നല്ല ടൈറ്റാക്കി അടച്ചു വെച്ചാൽ അത് എളിഞ്ഞ് വരികയോ ഒന്നുമില്ല, ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലത് ഈ കടയിൽ നിന്ന് ഈ തൂക്കി വാങ്ങുന്നത്, കുരുകളഞ്ഞ് തൂക്കി വാങ്ങുന്നതിന് വെച്ച് ലാഭം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് പുളി വാങ്ങുമ്പോൾ ഈ തല്ലി കുരുകളഞ്ഞ പുളി വാങ്ങുമ്പോൾ 1 കിലോ 180 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് 1 കിലോ എത്ര ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ കഷ്ടിച്ച് ആ പുളി എടുക്കാത്ത കുടംപുളി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 1 മാസം 1.5 മാസം നിൽക്കില്ലേ, കൂടുതൽ നിൽക്കും. ചിലവർ കുടംപുളി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 2 ദിവസം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 1 വർഷത്തേക്കുള്ള പുളിയായി. നമുക്ക് 1 വർഷം കൂടുതൽ യൂസ് ചെയ്യേണ്ട പുളിയായി. എത്ര പൈസ, എത്ര രൂപ നമുക്ക് ലാഭിക്കാം. ഇതുവരെ ഇങ്ങനെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്.